ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം കൂടെ കാണുവാൻ സർവശക്തനായ ദൈവം നമുക്ക് തന്ന മഹാഭാഗ്യത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് 13-ാം തീയതി 13-ാമത്തെ സങ്കീർത്തനം വായിച്ച് നമുക്ക് പ്രബോധിപ്പിക്കാം. അതിനായി പരിശുദ്ധാത്മാവ് കേൾക്കുവാനും അത് വിശ്വസിക്കുവാനും അത് ആചരിപ്പാനും നമ്മെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. വായിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. വായിക്കാം. യഹോവ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിൻ്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും? എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും? എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും? എൻ്റെ ദൈവമായ യഹോവയെ കടാക്ഷിക്കണമേ, എനിക്കുത്തരം അരുളണമേ. ഞാൻ മരണനിദ്ര പ്രാപിപ്പാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഞാൻ അവനെ തോൽപ്പിച്ച് കളഞ്ഞു എന്ന് എൻ്റെ ശത്രു പറയരുതേ. ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എൻ്റെ വൈരികൾ ഉല്ലസിക്കുമരുതേ. ഞാനോ നിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു. എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുകൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. ഹല്ലേലൂയ. സ്തോത്രം. ഈ 13-ാമത്തെ സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം. ദാവീദിനെ നശിപ്പിക്കുവാനായി ശൗൽ പായുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദാവീദ് വിശ്വസിക്കുകയാണ്, ഞാൻ ദാവീദിൻ്റെ കയ്യാൽ മരിക്കും. ഒരു കാട്ടുകോഴിയെ തേടുന്നത് പോലെ ഇസ്രായേൽ രാജാവ് ഒരു ഒറ്റ ചെള്ളിനെ തിരഞ്ഞ് പുറപ്പെട്ടിരിക്കുന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകം 27:1, 26:20 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും സങ്കീർത്തനം വായിക്കുമ്പോൾ ശൗലിനെ പിടിച്ച് ഓടുന്ന ദാവീദിനെയല്ലേ നമ്മൾ കാണുന്നത്. എന്തുമാത്രം കഷ്ടതയാണ് ദാവീദ് അനുഭവിച്ചത്. സത്യം പറഞ്ഞാൽ ഈ ദാവീദിൻ്റെ ഈ സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടതയില്ല, ഒരു പ്രശ്നങ്ങളുമില്ല. കാരണം വീട്ടിൽ രാജാവായ ഈ മനുഷ്യന് ജീവിക്കാൻ വിധത്തിൽ സ്വന്തം മകനെ പേടിച്ചോടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, സാധാരണക്കാരായ നമുക്ക് ഇത്ര പ്രശ്നമേ ഉള്ളൂ. രാജാവായ ആ മനുഷ്യൻ അനുഭവിച്ചതായ കഷ്ടത, അയ്യോ എത്രത്തോളം കഷ്ടത ഞാൻ സഹിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ, ദൈവമേ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? എത്രത്തോളം എൻ്റെ മുഖം കാണാതെ നിൻ്റെ മുഖത്തെ നീ മറയ്ക്കും? എത്രത്തോളം എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് ദിവസം പ്രതി ഞാൻ ദുഃഖം അനുഭവിക്കേണ്ടി വരും? അപ്പം എത്രത്തോളം ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും? ഈ 2 വാക്യത്തിൽ എത്രത്തോളം എന്ന പദം 4 പ്രാവശ്യം പറയുന്നു. അത്രത്തോളം കഷ്ടം, എത്രത്തോളം വേദന. ദൈവമേ, ഞാനും പലപ്പോഴും ചോദിക്കുക, കർത്താവ് എൻ്റെ ഈ കഷ്ടത തീരത്തില്ലേ? എൻ്റെ കണ്ണുനീര് മാറത്തില്ലേ? എൻ്റെ ബുദ്ധിമുട്ട് മാറത്തില്ലേ? എൻ്റെ ജീവിതത്തിലെ ഈ വേദന മാറത്തില്ലേ? ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇതേ വിഷയം നിങ്ങൾക്ക് പറയാനില്ലേ? അയ്യോ ദൈവദാസി, സിസ്റ്ററെ, പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവുമില്ല, കയറി കിടക്കാൻ ഒരു ഭവനമില്ല, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നിവർത്തിയില്ല, ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഞാനിനി എന്ത് ചെയ്യട്ടെ സിസ്റ്ററെ? ഞാൻ മരിച്ചെങ്കിൽ മതിയായിരുന്നു. അത്രത്തോളം കഷ്ടത. ദാവീദിനെപ്പോലെ അവർ പറഞ്ഞിട്ടുണ്ട്, അയ്യോ എനിക്ക് മരിച്ചാൽ മതി. അത്രത്തോളം കഷ്ടത. ജീവിതത്തിൽ ജനിച്ചിട്ട് സ്വസ്ഥത കിട്ടിയിട്ടില്ല. എന്നും കഷ്ടത, എന്നും പ്രയാസം, എന്നും ബുദ്ധിമുട്ട്. അതേ അവസ്ഥയിലൂടെ ദാവീദ് കടന്നു പോവുകയാണ്. ഹല്ലേലൂയ. ഈ അവസ്ഥയിൽ നമുക്കൊരു പരിഹാരം തരുന്നൊരു കർത്താവുണ്ട്. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, യേശു ക്രിസ്തുവിൽ പൂർണ്ണ ആശ്രയം വച്ചാൽ നിശ്ചയമായിട്ടും നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഈ സുവിശേഷങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ രോഗത്താൽ പിടിക്കപ്പെട്ടവർ, കൂനിയായ സ്ത്രീ, ഭൂതഗ്രസ്തരായ സ്ത്രീ, രക്തസ്രാവക്കാരത്തിയായ രോഗി, ഇവരെല്ലാം ഈ ഭൂമിയിൽ ശാരീരികമായി ബലഹീനരായി സാമ്പത്തികമെല്ലാം നഷ്ടപ്പെട്ട് മറ്റുള്ളവർ മുമ്പ് ഒരു പരിഹാസപാത്രമായി, ആരെടുത്ത് മുൻപിൽ പരസ്യമായിട്ട് ഇറങ്ങിച്ചെല്ലാൻ കഴിയാതെയും പബ്ലിക്കിൽ ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കാൻ കഴിയാതെയും ഒളിച്ചും പാത്തും ജീവിച്ചിരുന്ന വ്യക്തി ജീവിതങ്ങൾ. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ അവർ കർത്താവിൽ വിശ്വസിച്ചു. അവിടെ 12 വർഷത്തെ കണ്ണുനീരിനെ ദൈവം പൂർണ്ണമായിട്ടും മാറ്റി. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ,
ഈ വചനത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സങ്കടങ്ങളും കഷ്ടതകളുമാണ്. എന്നാൽ പൂർണ്ണമായിട്ടും കർത്താവിൽ ആശ്രയിച്ചാൽ നമുക്കിങ്ങനെ പറയാൻ കഴിയും, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുകൊണ്ട് ഞാൻ അവന് പാട്ട് പാടും. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവസന്നിധിയിൽ ആനന്ദത്തോടെ സന്തോഷത്തോടെ ദൈവത്തിന് പാടുന്നതായിട്ട് ബൈബിൾ ഈ 13-ാമത്തെ അധ്യായത്തിൽ അവസാനത്തെ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനേ കഴിയും. ദൈവം എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ട് പാടും. ഹല്ലേലൂയ. എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കുന്നു. ആനന്ദത്തോടെ പാടി ദൈവത്തെ ആരാധിക്കുന്നു. നിരാശ നിറഞ്ഞ വാക്ക് പറഞ്ഞിരുന്നവർ കർത്താവിൽ ആശ വച്ചപ്പോൾ അവൻ്റെ നിരാശകളെല്ലാം നീങ്ങിപ്പോയി. ഇന്ന് പകൽക്കാലം നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ എനിക്കെന്നും കഷ്ടതയാണ്, എനിക്കെന്നും പ്രയാസമാണ്, എനിക്കെന്നും നിന്നയാണ്, എൻ്റെ തലമുറയുടെ അവസ്ഥ ഇങ്ങനെയാണ് എന്ന് പറച്ചിലൊക്കെ നിർത്തി ദൈവസന്നിധിയിൽ താണിരുന്ന് വചനപ്രകാരം മുന്നോട്ട് ജീവിക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥകളെല്ലാം സ്റ്റെപ്പായിട്ട് ദൈവം മാറ്റി, നിരാശയുടെ വാക്കുകളെല്ലാം ദൈവം മാറ്റി സന്തോഷവും സമാധാനവും സ്വസ്ഥതയും തന്ന് നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തിരുപ്പാദപീഠത്തിലേക്ക് അടിയനെടുത്ത് വരുന്നു. ഇന്ന് പകൽക്കാലം ഭാരത്തോടും പ്രയാസത്തോടും നിരാശയോടും ഞെരുക്കത്തോടും എന്നെ കേൾക്കുന്ന സ്വദേശത്തും വിദേശത്തുമായിരിക്കുന്ന എല്ലാ മക്കളെ ഏൽപ്പിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്നവരെ ഏൽപ്പിക്കുന്നു. കടഭാരത്താൽ ഞെരുങ്ങുന്നവരെ ഏൽപ്പിക്കുന്നു. കർത്താവെ, തൻ്റെ മക്കൾ അങ്ങിൽ ആശ്രയം വയ്ക്കുവാൻ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ, പൂർണ്ണതയോടെ തിരുനാമ മഹത്വത്തിനു വേണ്ടി ജീവിക്കുവാൻ, സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഓരോ മക്കളെ സഹായിക്കണം. ഓടിക്കുന്ന വാഹനത്തെ, സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ മുഴുവൻ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണം. ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്യണം. സ്വർഗീയ സമാധാനത്തെ നിറയ്ക്കണം ഓരോ മക്കളും. അപ്പം വിശുദ്ധിയോടെ വിശ്വസ്തയോടെ തിരുവചനം വായിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവെ അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച് അന്ത്യത്തോളം അങ്ങയ്ക്ക് വേണ്ടി ഓടുവാൻ, അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ സ്വർഗം ഓരോ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു അപ്പച്ചൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.